ഹലോ ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അതെ, ഞാൻ ഇടയ്ക്ക് സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കേക്ക് ചെയ്യുന്നതിൻ്റെ വർക്ക് സ്പേസ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. നമ്മൾ നേരത്തെ പുഷ്പഗിരി റോഡ് ആ ഭാഗത്ത് ഒരു കടമുറി എടുത്ത് അവിടെയായിരുന്നു നമ്മൾ കേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ നമുക്ക് റൂമൊക്കെ തീരെ ചെറുതാണ്. അപ്പം അവിടെ കേക്ക് ചെയ്യാനുള്ള സൗകര്യം കുറവാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീട്ടിലായിരുന്നു കേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ജോയിൻറ്റ് ഫാമിലിയാണ്, അവിടെ ബുദ്ധിമുട്ടായിരുന്നു നമുക്കവിടെ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കടമുറി എടുത്ത് തിരുവല്ലയിലോട്ട് മാറുന്നത്, ഒരു ഇച്ചിരി സൗകര്യത്തിന് വേണ്ടി തിരുവല്ലയിലേക്ക് മാറിയത്. പിന്നീട് നമ്മുടെ കുഞ്ഞു വിച്ചായി വളർന്നുകൊണ്ട് കുഞ്ഞു വിച്ചായി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ അത് ബുദ്ധിമുട്ടായി. കാരണം ആൾ നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും കാണും. സ്കൂളിൽ പോയിട്ട് നേരെ വരുന്നതും അങ്ങോട്ടത്തെ കടയിലേക്കാണ് വരുന്നത്. ആൾ 3:30 തൊട്ട് 3:30 ആകുമ്പോൾ സ്കൂൾ വിട്ട് വരും. 3:30 തൊട്ട് വൈകിട്ട് നമ്മൾ എപ്പോഴാണോ വീട്ടിൽ പോകുന്ന ആ ഒരു ടൈം വരെ ആൾ നമ്മുടെ കൂട്ടത്തിൽ കാണും. ചിലപ്പോൾ 8, 8:30, 9 മണിയൊക്കെ വരെയുള്ള ആൾ നിൽക്കും. കുഴപ്പമൊന്നുമില്ല, ആൾ കൂടത്തിൽ നിന്നോളും. പക്ഷേ ആൾക്ക് കളിക്കാനോ അല്ലെങ്കിൽ വന്നിട്ടൊന്ന് ഫ്രഷ് ആവാനോ ആൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റാറില്ല. ഇങ്ങനെ ദിവസങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ആടെ അച്ഛൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ, അതായത് നമ്മുടെ ഡെലിവറി പാർട്ട്ണറായ നമ്മുടെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നപ്പം ആളെ അങ്ങ് മാനേജ് ചെയ്ത് പോകുമായിരുന്നു. ആൾ ഗൾഫിന് പോയതിന് ശേഷമാണ് നമ്മൾ ശരിക്കും കറങ്ങിയത്. അപ്പം ആൾ നമ്മുടെ കൂട്ടത്തിൽ നൈറ്റ് വരുന്നത് ഇങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീടെടുത്ത് കേക്ക് ചെയ്താൽ എന്താ എന്നുള്ളത് ചിന്തിച്ചത്. അങ്ങനെയാണ് നമ്മൾ വേറെ ഒന്നുമില്ല, തിരുവല്ല തന്നെ നമുക്ക് സൗകര്യം ഡെലിവറി ചെയ്യാനും അല്ലെങ്കിൽ കേക്ക് വാങ്ങിക്കാൻ വരാനും എല്ലാം സൗകര്യം തിരുവല്ല ആയതുകൊണ്ട് തിരുവല്ല തന്നെ നമ്മൾ ഒരു വീടെടുത്ത് കേക്ക് ചെയ്താൽ എന്താ എന്നുള്ളത് ചിന്തിച്ചത്. അങ്ങനെ നമ്മൾ തിരുവല്ല, മോൻ പഠിക്കുന്നത് ക്രൈസ്റ്റ് സ്കൂളിലാണ്, സ്കൂളിന് തൊട്ടടുത്ത് തന്നെ നമ്മളൊരു വീടെടുത്ത് അവിടെ കേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും സ്റ്റേ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യാമല്ലോ ആ കൂട്ടത്തിൽ. കാരണം ലേറ്റായിട്ട് ഓർഡേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്റ്റേ ചെയ്യുകയും ചെയ്യാം, മോനെയും മാനേജ് ചെയ്യാം. അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് നമ്മൾ പിന്നെ വീടെടുത്ത് കേക്ക് ചെയ്യാം എന്നുള്ളത് ചിന്തിച്ചത് തന്നെ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളും അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആവും എല്ലാവർക്കും. നമ്മുടെ സ്വന്തം സ്ഥലം വള്ളംകുളമാണ്, വള്ളംകുളത്തുള്ള ഓർഡേഴ്സ് അപ്പം ഇല്ലേ, അപ്പോൾ ഡെലിവറി കിട്ടത്തില്ലേ എന്നുള്ളത്. നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു കേക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെയാണ് ഡെലിവറി ആണെങ്കിലും ഓർഡേഴ്സ് എടുക്കുന്നതാണെങ്കിലും പിക്കപ്പ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നേരത്തെ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ. അതിനൊന്നും യാതൊരുവിധ ചേഞ്ചസും ഇല്ല. നമ്മുടെ വർക്ക് സ്പേസ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഡെലിവറി ആണെങ്കിലും നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നതാണെങ്കിലും എല്ലാം പഴയതുപോലെ തന്നെയാണ്. നമ്മളെ വിളിക്കുകയോ വാട്സപ്പ് ത്രൂ വഴിയോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ എങ്ങനെയാണല്ലോ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു ഓൺ വോയിസ് ഇടുന്നത്. ഓക്കെ, താങ്ക് യു.